എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. കൂട്ടുകാരെ എല്ലാവർക്കും ഓണമൊക്കെ വന്നത് എന്തൊക്കെയുണ്ട് വിശേഷം? റോഡിലൊന്നും ഇറങ്ങണ്ട, എല്ലായിടത്തും അങ്ങ് തിരക്കുമായി, വണ്ടിയും ബഹളവും. എവിടെ നോക്കിയാലും നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് നല്ല ചുണ്ടൊക്കെ ചുമന്ന് നല്ല സുന്ദരി മണികളായിട്ട് നല്ല കമ്മലും എല്ലാം ഇട്ട് നല്ല ലേഡീസൊക്കെ ഒരുങ്ങി ഇങ്ങനെ പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം എല്ലാവരുടെയും ഓണാഘോഷങ്ങൾ ഓരോരോ ദിവസങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ദിവസമാണ്. കോളേജിലും സ്കൂളിലുമൊക്കെ കഴിഞ്ഞ് കാണും. 27-ാം തീയതിയൊക്കെ ആയിരുന്നു. 28-ന് 29 എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇന്നും കണ്ടു ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ സെറ്റൊക്കെ കൊടുത്ത് കീഴിലും ലുക്കിൽ ഇങ്ങനെ പോകുന്ന കണ്ടു. അപ്പോഴും ഇതെല്ലാം കണ്ടിട്ട് അപ്പുറത്തെ ചായക്കടയിൽ ആൾ നിന്ന് വന്ന് കമൻറ്റ് അടിച്ചിട്ട് പോയി പിള്ളേരെയൊക്കെ കണ്ട് എവിടെങ്ങാണ്ട് ഓണാഘോഷത്തിന് വിളിച്ച് ഞാൻ എങ്ങനെ പോകും? അവിടെ ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ എല്ലാം കൂടെ മൊത്തവും കൂടെ ഒരു ഫങ്ഷൻ അവിടെ എവിടെ ഒരു സ്ഥലത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചപ്പോഴാണ് ഈ പുള്ളിയും കൂടെ വിളിച്ചത്. അന്നേരം പുള്ളിക്ക് ഭയങ്കര ചമ്മൽ. പിള്ളേരെല്ലാം ആ കടക്കാരനാണ് പറഞ്ഞത് പിള്ളേരുടെ കമ്മലിൻ്റെയൊക്കെ കാര്യം. ചിരിച്ചു പോയി അത് കേട്ടപ്പം. ഞാൻ എന്നിങ്ങനെ നടന്നിങ്ങോട്ട് വന്നപ്പം കാണാൻ എൻ്റെ കോളേജിലെ ഒരു സാറിനെ കണ്ട്. എൻ്റെ കോളേജിൽ കെമിസ്ട്രി പഠിപ്പിച്ചൊരു സാറിനെ കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷം. ഞാൻ അങ്ങ് സാറിനെ പിടിച്ചങ്ങ് നിർത്തി വഴിയിൽ. സാറിന് എന്നെ ഒട്ടും മനസ്സിലായില്ല. കാരണം നമുക്ക് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ വൺ ഓഫ് ദ സ്റ്റുഡൻസ് അല്ലേ ക്ലാസ്സിൽ. അപ്പോഴ് സാറന്മാർ പെട്ടെന്ന് ഓർക്കത്തില്ല. നമ്മൾ എപ്പോഴും ഇല്ല, സാറന്മാർ വരുമ്പോൾ അവരെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും അവരെ ഓർമ്മ വരും. അവരെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും. പക്ഷേ ഇവർ ഈ കൂട്ടത്തിൽ നമ്മളെ കാണുമ്പോഴത്തേന് പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല. വർഷങ്ങൾ ഒരുപാട് കഴിയുമ്പം. അത് മാത്രമല്ല, പല സാറന്മാർ സ്ഥലം മാറി പല കോളേജുകളിലിട്ടൊക്കെ അങ്ങ് ട്രാൻസ്ഫർ അടിച്ചൊക്കെ പോകുമ്പോഴത്തേന് ഇവർക്ക് നമ്മളെ ഒന്നും പിടികിട്ടത്തില്ല. അങ്ങനെ സാറിനെ പിടിച്ച് നിർത്തി ഞാൻ ഇന്ന വർഷം പഠിച്ചതാ, കെമിസ്ട്രിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറിന് സന്തോഷം, എനിക്ക് സന്തോഷം. അന്നേരം ഉടനെ എന്നെ സാറിൻ്റെ അടുത്ത് ചോദിക്കുക, എന്നെ കണ്ടിട്ട് വയസ്സായ ലുക്കുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, എന്നെ കണ്ടിട്ട് നല്ല സ്മാർട്ടായിട്ടിരിക്കുന്നെന്ന്. സാറിൻ്റെ കൂടെ വൈഫും ഉണ്ട്. അതുപോലെ തന്നെ സാറ് കൂടെ എവിടെ പോയിട്ട് വരുന്ന വഴിയാണ്, അവിടെ എവിടെയെങ്കിലും ആണ്. അതൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ പറഞ്ഞ് കൂടുതൽ നേരം നിർത്തിയില്ല. കുശലം പറഞ്ഞ് അപ്പോഴേ പോയി. സാറിന് പണ്ട് പിള്ളേരിട്ട ഓമന പേര് ഞാൻ നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരിക്കൽ. സാറിൻ്റെ ഓമന പേരാണ് റിപ്പർ. കഷ്ടം, ആകെപ്പാടെ ഒരു സ്കെൽറ്റ് നരുന്ന് സാറ് നല്ലോണം പഠിപ്പിക്കുക എല്ലാം ചെയ്യും. പക്ഷേ ഈ പിള്ളേരുണ്ടല്ലോ, വിളച്ചിൽ പിടിച്ച ഈ പിള്ളേരെല്ലാവർക്കും അങ്ങ് നിക്നെയിം ഇല്ലാത്ത ഒറ്റ സാറന്മാരുമില്ല. വന്ന ഉടനെ പിള്ളേർ പേരിടിയിൽ അങ്ങ് തുടങ്ങും. അങ്ങനെയാണ് ഈ പാവ സാറിന് ഈ പേരിട്ടത്. ഓരോ ക്ലാസ് ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞ് അടുത്ത പീരീഡ് ആവാന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് റിപ്പറുടെ ക്ലാസ് അന്ന്. എന്നിട്ട് അങ്ങ് സൈലൻസ്. സാറ് ഇത്തിരി സ്ട്രിക്റ്റൊക്കെ ആയതുകൊണ്ടായിരിക്കും ആ പേര് കിട്ടിയത്. ഓരോരുത്തർക്കും ഓരോ പേരുകളാണ് കിട്ടുന്നത്. പിള്ളേരുടെ അടുത്ത് തന്നെ സാറന്മാർ തിരക്കും എന്ത് പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നതെന്ന്. അങ്ങനത്തെ ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. നല്ല രസകരമായിട്ടുള്ള ക്ലാസ്സുകളും. വർഷങ്ങൾ എത്ര കടന്നുപോയി. ഇപ്പോഴുള്ള കുട്ടികളിങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുമ്പം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ അറിയാതെ ഓർത്ത് പോകും. സാറിനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം അങ്ങ് ഓർത്ത്. പണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ ഓരോ കോമഡികളും എല്ലാം ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ സന്തോഷത്തോടു കൂടി സാറ് പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് വീട്ടിൽ വന്ന് 2 പഴം കഴിച്ച് 2 പൊറോട്ടയും കഴിച്ച് വയറ് നിറഞ്ഞ് ഇവിടെ ഇരുന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും ഓണം അടിച്ച് പൊളിക്കാൻ തയ്യാറായിരിക്കുക. എല്ലാവരും ഓണക്കോടിയൊക്കെ എല്ലാവരും എടുത്താൽ, ഞാൻ ഓണക്കോടി എടുക്കാനൊന്നും പോയില്ല. എല്ലാവരും ഓണക്കോടി എടുക്കാനൊക്കെ എല്ലായിടത്തും അങ്ങ് തിരക്കാണ്. വണ്ടി ശല്യം കാരണം നടന്നു പോലും വരാൻ പറ്റത്തില്ല. വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാനും പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കാണ്. തുണിക്കടകളിലെല്ലാം എല്ലാ കടകളും നമ്മുടെ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഏത് വേണം, ട്രെൻഡ്സ് വേണോ അതുകൊണ്ട്, ആർക്കെ വേണോ അതുകൊണ്ട്, പുളിമൂട്ടിൽ വേണോ അതുകൊണ്ട്, സകല തുണിക്കടകളും ദാ ഇവിടെ ഈ പള്ളിമുക്ക് തൊട്ട് താണ്ട പോളയത്തോട് വരെ എല്ലാം ഉണ്ട്. ഹോട്ടലുകൾ എല്ലാം ഉണ്ട്. അങ്ങ് ഇറങ്ങിയാൽ മതി, കയ്യിൽ കുറേ കാശുമായിട്ട്.
അപ്പോൾ കൂട്ടുകാരെ, നാളെ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാൻ. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ടാറ്റാ.